നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയമായിരുന്നു. അപ്പോഴേ ഒരു അച്ചാർ കഴിക്കാനൊരു മോഹം. അപ്പോഴേ തോട്ടിയൊക്കെ എടുത്ത് ചാടി കേട്ടോ. നോക്കുമ്പോൾ മുറ്റത്ത് തന്നെ ഒരു നല്ല പുളിയുള്ള മാങ്ങയുടെ മാവ് നിൽപ്പുണ്ട്. അപ്പോൾ ഓടി ചെന്നിട്ട് അതിൽ നിന്ന് 2-3 മാങ്ങയൊക്കെ പറിച്ചു. അപ്പോൾ അതെടുത്തുകൊണ്ട് വരുക കേട്ടോ. കോശ്ശേരി എന്ന് ഞങ്ങളോട് പറയുന്നത്. കോശ്ശേരി തന്നെയാണോ അറിയാവുന്നവർ പറയണേ. അപ്പം അതെടുത്തിട്ട് ക്യാമറ ഓഫാണെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പൊന്നൂസിൻ്റെ അടുത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷനൊക്കെ കാണിച്ചത്. അപ്പോൾ ആ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് ഇനി അതിനൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം എല്ലാം പീസാക്കി എടുത്തു. വേഗം അരിയുക കേട്ടോ. അപ്പം സാധാരണ പോലെ അരിയുന്നത്, വലിയ കഷ്ണമല്ല, ചെറിയ കഷ്ണമാക്കിയിട്ട് അരിയുന്നത് കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ കത്തി വെച്ചിട്ടാണ് അരിയുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുവേ. അപ്പോൾ ആ സമയം കൊണ്ട് അതിനകത്തേക്ക് കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ നല്ലെണ്ണയിലാട്ടോ ചേർക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇടുന്നത്. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണമെങ്കിൽ ആദ്യം വെളുത്തുള്ളി ഇടണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അപ്പം അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തു. ഇത്തിരി സ്പീഡ് കൂടിപ്പോയെന്ന് തോന്നുന്നു, എല്ലാം കൂടെ തുരുതുരുന്നിട്ടു. അപ്പം അതെല്ലാം മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്നായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തേ. എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് പരീക്ഷിക്കുന്നത്. പക്ക ട്രഡീഷണലും അല്ല, അല്ലാത്തതുമല്ല. പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്നിങ്ങനെ കേട്ടോ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിനകത്തേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി കേട്ടോ ചേർക്കുന്നത്. മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കളർ കണ്ട് ബോധം കിട്ടുമല്ലോ കേട്ടോ. പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലാസ്റ്റ് തീയൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ അതേപടി തന്നെ. പിന്നെ അതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ചേർത്ത് മിക്സ് ചെയ്യുവാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്തപ്പോൾ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അത് മാത്രം മതിയെന്ന് തോന്നുന്നു.